ഇന്ത്യ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു കൊടുങ്കാറ്റിനെയാണ്. ഡൽഹിയുടെ ഹൃദയഭാഗമായ ജന്തർ മന്ദറിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കേവലം ഒരു പ്രതിഷേധത്തിൻ്റേത് മാത്രമല്ല, അതൊരു ഭരണകൂടത്തിൻ്റെ അടിവേരുകൾ ഇളക്കുന്ന ബഹുജന വിപ്ലവത്തിൻ്റേതാണ്. അവിടെയാണ് നാം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത്. CJP എന്ന പാർട്ടി രൂപീകരിക്കപ്പെടാൻ കാരണമെന്ത്? ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒന്നല്ലേ ഈ പ്രസ്ഥാനം? ജനങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങളിൽ നിന്നും, വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കത്തിയെരിയുന്ന സ്വപ്നങ്ങളിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ വേണം കാണാൻ. ഭരണകൂടത്തിൻ്റെ നിരന്തരമായ അവഗണനകളും നീതി നിഷേധങ്ങളും ഒരു ജനതയെ എങ്ങനെ തെരുവിലിറക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ മുന്നേറ്റം മാറിക്കഴിഞ്ഞിരിക്കുന്നു. രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും അതിൻ്റെ വളർച്ചയും വികാസവും ലക്ഷ്യങ്ങളും നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. ഇന്ന് നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: അതിവേഗം ഇല്ലാതാകാൻ പോകുന്ന വലിയ കുഴികളിലേക്ക് BJP എന്ന വൻമരം വീണ് കഴിഞ്ഞിരിക്കുന്നു. ഈ ജനകീയ മുന്നേറ്റത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ പയറ്റിയ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു? പതിവ് പോലെ തങ്ങളുടെ IT സെല്ലിനെ ഉപയോഗിച്ച് പ്രക്ഷോഭകാരികളെ ദേശവിരുദ്ധർ എന്നും അർബൻ നക്സലുകളെന്നും മുദ്രകുത്തുക. എന്നാൽ കോടിക്കണക്കിന് രൂപ ഒഴുക്കി BJP IT സെൽ പടച്ചുവിട്ട വ്യാജ പ്രചാരണങ്ങളെയും വിദ്വേഷ പോസ്റ്റുകളെയും സാധാരണ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ അവർ കെട്ടിപ്പൊക്കിയ നുണകളുടെ കോട്ടകൾ യഥാർത്ഥ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന സാധാരണക്കാരുടെ സ്മാർട്ട് ഫോണുകൾക്ക് മുന്നിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. വ്യാജ ദേശസ്നേഹം വിറ്റ് വോട്ട് പിടിക്കുന്ന തന്ത്രം ഇനി ഇന്ത്യയിൽ വിലപ്പോകില്ല എന്ന് ഈ സമരം അടിവരയിട്ടുറപ്പിക്കുന്നു. ഈ വിപ്ലവത്തിൻ്റെ ഏറ്റവും മനോഹരമായ, എന്നാൽ ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട് ജന്തർ മന്ദറിൽ. പോലീസിൻ്റെ ലാത്തിയടികൾക്കും കണ്ണീർവാതകത്തിനും മുന്നിൽ ഒരു ചുവട് പോലും പുറകോട്ട് വയ്ക്കാതെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ പെൺകരുത്ത്. വിദ്യാർത്ഥിനികൾക്കൊപ്പം തങ്ങളുടെ മക്കൾക്ക് കാവലായി കൊടും തണുപ്പിനെയും അവഗണിച്ച്, കൊടും ചൂടിനെയും മഴയെയും അവഗണിച്ച് നൂറുകണക്കിന് അമ്മമാരും മുത്തശ്ശിമാരും സമരമുഖത്ത് രാപ്പകൽ ഭേദമില്ലാതെ ഇരിക്കുന്നുമുണ്ട്. സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന ഈ നാരീശക്തിക്ക് മുന്നിലാണ് ഡൽഹി പോലീസിൻ്റെ ആയുധങ്ങളുടെ മുനയൊടിഞ്ഞു വീഴുന്നത്. ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലോ യുവജന സമരത്തിലോ മാത്രം ഒതുങ്ങുമെന്ന് കരുതിയ സർക്കാരിനെ വീണ്ടും പിഴച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകർ ഡൽഹിയുടെ അതിർത്തികളിലേക്ക് വീണ്ടും ട്രാക്ടറുകൾ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അഥവാ ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ പ്രമുഖ തൊഴിലാളി യൂണിയനുകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പണിമുടക്കുകളിലേക്ക് കടക്കുകയാണ്. യുവാക്കളും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും ഒരേ ലക്ഷ്യത്തോടെ ചേരുമ്പോൾ, അതെ, ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രതിരോധത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. സമരക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന ഹീനമായ തന്ത്രവും കേന്ദ്ര സർക്കാർ പയറ്റി നോക്കുന്നുണ്ട്. സിഖ് ഗുരുദ്വാരകൾക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ലഭിക്കുന്ന ഫണ്ടുകൾ തടയാനും അവരെ സഹായിക്കുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ED അടക്കമുള്ള ഏജൻസികളെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ ഈ ഒരു സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ജനങ്ങളെ തോൽപ്പിക്കാൻ ഈ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് കഴിഞ്ഞില്ല. അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോൾ സാധാരണക്കാർ തങ്ങളുടെ വീടുകളിൽ നിന്ന് പച്ചക്കറികളും അരിയും ഭക്ഷണപ്പൊതികളുമായി നേരിട്ട് സമരപ്പന്തലുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഭരണകൂടത്തിൻ്റെ ഏത് വിലക്കുകളെയും മറികടക്കാൻ കെൽപ്പുള്ളതാണ് ജനങ്ങളുടെ ഐക്യമെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യനില്ല, സിഖില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
തികഞ്ഞൊരു കീഴടങ്ങലാണ്. നിങ്ങൾ കണ്ടോ? അതെ, യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായും സറണ്ടർ ചെയ്തിരിക്കുകയാണ് CJPക്ക് മുന്നിൽ. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ തന്ത്രജ്ഞൻ എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന സാക്ഷാൽ അമിത് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ എല്ലാ അർത്ഥത്തിലും ഇല്ലാതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. എന്തും പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഏത് കുടില തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ മടിയില്ലാത്ത അമിത് ഷാ എന്ന കുടിലതന്ത്രജ്ഞൻ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിയിരിക്കുന്നു. അവർ കരുതിയിരിക്കുന്നത് തങ്ങളുടെ ഈ ഉരുക്കുമുഷ്ടി പ്രയോഗങ്ങൾ BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ അവർ കുഴിച്ച കുഴികളിൽ അവർ തന്നെ വീഴുന്നതാണ് ജന്തർ മന്ദിറിലെ തെരുവുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പുറം ലോകം അറിയാതിരിക്കാനായി ഭരണകൂടം എല്ലാ വഴികളും നോക്കുന്നുണ്ട്. ഗോദി മീഡിയ എന്ന് ജനങ്ങൾ വിളിക്കുന്ന മുഖ്യധാര വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ചാനലുകൾ ഈ പ്രക്ഷോഭത്തെ തമസ്കരിക്കാൻ മാക്സിമം ശ്രമിച്ചു. എന്നാൽ ഗോദി മീഡിയയുടെ ഒരു കളികളും ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് പോലുമില്ല. അവർ നൽകുന്ന വ്യാജ വാർത്തകളെ ജനം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ജന്തർ മന്ദറിൽ പ്രക്ഷോഭകാരികളെ തടയാൻ പോലീസ് എന്ത് ചെയ്തു? ആയിരക്കണക്കിന് മൊബൈൽ ജാമറുകൾ സ്ഥാപിച്ചു. ആശയവിനിമയം പൂർണ്ണമായും റദ്ദാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയാണ് ഈ വിപ്ലവത്തിൻ്റെ യഥാർത്ഥ ശക്തി ഭരണകൂടം തിരിച്ചറിഞ്ഞത്. എത്രയൊക്കെ മൊബൈൽ ജാമറുകൾ വെച്ചാലും ജന്തർ മന്ദറുകളിൽ നിന്ന് ഇപ്പോഴും ലൈവുകളും കൃത്യമായ വിവരണങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോണുകളെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ പൗരനും ഓരോ മാധ്യമ പ്രവർത്തകനായി മാറിയ ഈ സാഹചര്യത്തിൽ സത്യം മറച്ചുവെക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിപ്ലവകാരികൾക്കെതിരെ ഡൽഹി പോലീസ് അഴിച്ചുവിടുന്ന ഗുണ്ടാരാജ് മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ലാത്തികളിൽ ആണിയടിച്ചു വെച്ച് അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും തലയടിച്ച് പൊട്ടിക്കുന്ന കൊടും ക്രൂരത. ചോരയൊലിക്കുന്ന മുഖങ്ങളുമായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ ചിത്രങ്ങൾ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടിച്ചമർത്തും തോറും കൂടുതൽ കരുത്തോടെ അവർ വീണ്ടും വീണ്ടും സമരമുഖത്തേക്ക് കൂടുതൽ ആളുകളുമായി വരികയാണ്. ഈ സമയം പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു. വളരെ ശക്തമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. കോൺഗ്രസ് ഈ ഒരു വിഷയം ഏറ്റെടുത്തതോടുകൂടി തന്നെ ഇത് കേവലം ഡൽഹിയിലെ ഒരു സമരമല്ലാതായി മാറി. ആഗോള തലത്തിൽ തന്നെ ഈ വിഷയം വലിയ ചർച്ചയായി കഴിഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഇന്ത്യൻ സർക്കാരിൻ്റെ ഈ കിരാത നടപടികളെ അപലപിച്ചു തുടങ്ങിയിരിക്കുന്നു. ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. CJP എന്ന പുതിയ മുന്നേറ്റം ഇപ്പോൾ ഒറ്റയ്ക്കല്ല, അവർ കോൺഗ്രസുമായി ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു. രാജ്യത്തെ ഇടതുപക്ഷ കക്ഷികളുമായി ചേർന്ന് അവരുടെ പൂർണ്ണ പിന്തുണ സ്വീകരിച്ച് ഈ സമരം ഒരു വിശാല ഐക്യനിരയായി മാറിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇനി എത്ര കാലം ഈ രൂപത്തിൽ പിടിച്ചു നിൽക്കാനാകും? പുറത്തേക്കുള്ള വഴി അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ സമരം ഇന്ത്യയുടെ മാത്രം സമരമല്ല. ലോകത്താകമാനമുള്ള മലയാളികളടക്കമുള്ള പ്രവാസികൾ ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഡൽഹിയിലെ തണുപ്പിലും വെയിലിലും മഴയിലും സമരം ചെയ്യുന്ന ഈ കുട്ടികൾക്ക് താങ്ങായി സിഖ് സമൂഹം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഏറ്റവും വിരോധാഭാസമായ കാര്യം എന്താണെന്നോ, ഈ സമരത്തിൽ പങ്കുചേരുന്നവരിൽ ഭരണകക്ഷിയായ BJPയുടെ സ്വന്തം ആളുകളുമുണ്ട് എന്നതാണ്. പല BJP പ്രവർത്തകരും തങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റി കാർഡുകൾ ക്യാമറകൾക്ക് മുന്നിൽ ഇതേപോലെ ഉയർത്തി കാണിച്ചുകൊണ്ട് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ ജന്തർ മന്ദറിൽ വന്ന് അഭിമുഖങ്ങൾ നൽകുന്നത് നാം കാണുന്നു. സ്വന്തം പാർട്ടി വിതയ്ക്കുന്ന വിഷവിത്തുക്കൾ തങ്ങളുടെ മക്കളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വളരെ കടുത്ത അന്ധഭക്തർ മാത്രമാണ് ഇപ്പോഴും ഈ പ്രൊട്ടസ്റ്റിനെ വലിയ വായിൽ എതിർക്കുന്നത്. എന്നാൽ അധികം വൈകാതെ അവർക്കും തങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്തെങ്കിലും ഇവരുടെ കാര്യത്തിൽ
ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ, എതിർപ്പുകളുമായി മുന്നോട്ട് വരേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രത്തോളം തീവ്രമാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ അത്താണിയായ സുപ്രീം കോടതിയിൽ നിങ്ങൾ അറിഞ്ഞോ? അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഇന്നലെയോ മറ്റോ സുപ്രീം കോടതി പറയുന്നത് നാം കേട്ടു. അവർക്ക് സമയമില്ല എന്ന്. ഈ വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ച വിഷയം കേൾക്കാനും ആ വീഡിയോകൾ കാണാനും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് സമയമില്ലത്രേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നീതി എവിടെ നിന്നാണ് ഈ ജനതയ്ക്ക് ലഭിക്കുക? ഈ ജനകീയ മുന്നേറ്റം ഇപ്പോൾ എല്ലാ അതിരുകളും ഭേദിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ ഭീഷണികളെയും അടിച്ചമർത്തലുകളെയും വകവയ്ക്കാതെ ഇന്ത്യയുടെ ചലച്ചിത്ര ലോകം ഇപ്പോൾ ഈ പ്രക്ഷോഭകാരികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ധീരമായി രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ കരിയറിനെ ബാധിക്കുമെന്ന ഭയം മാറ്റിവെച്ച് ബോളിവുഡിലെ പ്രമുഖ താരങ്ങളടക്കം മൗനം വെടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഭയമുണ്ടവർക്ക്, എങ്കിലും തുടക്കം കൊള്ളാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റും പോരാളികൾക്കൊപ്പം അണിചേരുന്ന രൂപത്തിലേക്ക് ഇവർ പ്രസ്താവനകൾ നൽകുന്നു. എന്തായാലും ഇതൊന്നും ഈ സമരത്തിന് നൽകുന്ന ഊർജവും മൈലേജും ചെറുതല്ല. ഏറ്റവും ശ്രദ്ധേയമായത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ്. വെള്ളിത്തിരയിലെ നായകന്മാർ യഥാർത്ഥ ജീവിതത്തിലും നായകന്മാരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് മലയാളികളുടെ പ്രിയ താരം ടൊവിനോ തോമസ് ഈ പ്രക്ഷോഭകാരികൾക്ക് ശക്തമായ പിന്തുണയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. പ്രളയകാലത്തടക്കം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ടൊവിനോയുടെ ശബ്ദം ഈ സമരത്തിന് പുതിയൊരു മാനം നൽകുകയാണ്. അതുകൂടാതെ മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അടക്കമുള്ള പുതിയ തലമുറയിലെ സെലിബ്രിറ്റികളും തങ്ങളുടെ ഉറച്ച പിന്തുണയുമായി ജന്തർ മന്ദിറിലെ പോരാളികൾക്കൊപ്പം നിൽക്കുകയാണ്. താരപരിവേഷങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി തെരുവിൽ അടിയേൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവത ഒന്നാകെ കൈകോർക്കുന്ന ഈ കാഴ്ച ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. കേന്ദ്ര സർക്കാരിനെ പിഴച്ചോ? ഇത് കേവലം സാധാരണക്കാരുടെ മാത്രം സമരമല്ലെന്നും രാജ്യത്തിൻ്റെ മുഴുവൻ വികാരമാണെന്നും തെളിയിക്കുന്ന വലിയൊരു താക്കീതായി ഈ താരപിന്തുണയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർവതോന്മുഖമായ സർവ രംഗത്തുമുള്ള പിന്തുണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ട് പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്പം കൂടി അവധാനതയോടെ കേന്ദ്ര സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അഹങ്കാരവും അധികാര ഗർവവും അവരുടെ കണ്ണുകളെ അന്ധമാക്കി. ഇതൊരു ബഹുജന പ്രക്ഷോഭം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വിപ്ലവമാണ്. CJP എന്ന പ്രസ്ഥാനവും കോൺഗ്രസും ഇടതുപക്ഷവും അടങ്ങുന്ന പ്രതിപക്ഷവും സിഖ് സമൂഹവും പ്രവാസികളും സ്വന്തം മക്കൾക്ക് വേണ്ടി കൊടി ഉപേക്ഷിച്ചു വരുന്ന BJP പ്രവർത്തകരും എല്ലാം ഒന്നിക്കുന്ന ഒരു മഹാവിപ്ലവം. ഭരണകൂടത്തിൻ്റെ തോക്കുകൾക്കും കുടിലതന്ത്രങ്ങൾക്കും ഈ ജനസാഗരത്തെ ഇനി തടഞ്ഞു നിർത്താനാകില്ല. ഇന്ത്യ ഉണരുകയാണ് ഒരു പുതിയ പുലരിയിലേക്ക്. ഭരണകൂടത്തിൻ്റെ വീഴ്ചയുടെയും ജനകീയ ഐക്യത്തിൻ്റെയും ചരിത്രം ജന്തർ മന്ദറിലെ തെരുവുകളിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.